ഏതായാലും യുദ്ധം നിന്നത് വളരെ നന്നായി. കാരണം ഒരു രാജ്യത്തെ ജനങ്ങളെ, സമ്പദ് വ്യവസ്ഥയെ ഒക്കെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് സാമാന്യ ബോധമുള്ള ഭരണാധികാരികൾ യുദ്ധം നീണ്ടുപോകാൻ ആഗ്രഹിക്കില്ല. ഇന്ത്യ സാമ്പത്തികമായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഒരിക്കലും യുദ്ധം ചെയ്ത് ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി നശിപ്പിക്കാൻ ശ്രമിക്കില്ല. കാരണം അത് നശിപ്പിച്ചാൽ തിരിച്ച് ഇന്ത്യക്ക് തന്നെയാണ് പ്രശ്നം. ഞാൻ ഓർക്കുന്നത്, രണ്ടാം ലോക മഹായുദ്ധത്തിൽ വലിയ വിജയം നേടിയ ഒരു പ്രധാനമന്ത്രിയായിരുന്നു വിൻസ്റ്റൺ ചർച്ചിൽ. നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും. ചർച്ചിലിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ അത് വലിയ പ്രസിദ്ധമായിരുന്നു. ബ്രിട്ടീഷുകാരെ ആവേശം കൊള്ളിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിൽ സഖ്യശക്തികളുടെ വിജയം വരെ നേടി. പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചർച്ചിലിന്റെ പാർട്ടി തോറ്റു. അതിന് കാരണം ജനങ്ങൾ യുദ്ധത്തിന്റെ ആവേശം മാത്രമല്ല, അവരനുഭവിച്ച സാമ്പത്തികം, സാമൂഹ്യം, അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ജനങ്ങൾ വിലയിരുത്തും. അതുകൊണ്ട് യുദ്ധവീരനായിക്കൊണ്ട് മാത്രം നമുക്കൊരു രാജ്യത്തെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് യുദ്ധം നിർത്തിയത് തന്നെയാണ് ശരിയെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. മറിച്ച് ഇത് അവസാനിച്ചുവോ, ഇനി ഈ ആക്രമണം ഉണ്ടാകില്ലേ, ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ് ഇപ്പൊ പേരിട്ടേക്കണേ, ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചാൽ അത് ഉണ്ടാവില്ലേ എന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടത് ഇന്ത്യയല്ല, അത് പാകിസ്ഥാനാണ്, നമ്മളല്ല. കാരണം നമ്മൾ ടാർഗറ്റഡ് ആൻഡ് റെസ്ട്രിക്റ്റഡ് എന്ന് പറഞ്ഞ് പരിപാടി നിർത്തി കഴിഞ്ഞപ്പോൾ ഇനി പാകിസ്ഥാനിൽ നിന്ന് എന്ത് പ്രതികരണം ഉണ്ടാവും? പാകിസ്ഥാനിൽ നിന്ന് ഒരുപക്ഷെ പാകിസ്ഥാൻ പേടിച്ചു പോയി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഞാൻ അത്ര വിശ്വസിക്കുന്നില്ല. എങ്ങനെ ഒരു രാജ്യം പേടിക്കുക? രാജ്യം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളാണ് പേടിക്കേണ്ടത്. രാജ്യത്തെ ഭരണകർത്താക്കൾ പേടിക്കുന്ന എന്താ? ജനങ്ങൾക്ക് എതിർപ്പുണ്ടാവുമെന്ന്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ അഭിപ്രായം നോക്കേണ്ട ഉത്തരവാദിത്വമൊന്നും ഭരണകർത്താക്കൾക്കില്ല. അവിടുത്തെ രാജ്യം എന്ന് പറയുന്നത് ജനങ്ങളുടെ ഇച്ഛയ്ക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥയുമല്ല. അതുകൊണ്ടാണല്ലോ ബലൂചിസ്ഥാനിലെ ആളുകൾ ബലൂചിസ്ഥാൻ ലിബറേഷന് വേണ്ടി അവിടെ വലിയ സമരം ചെയ്തതും ഈ സമയത്ത് തന്നെ ഇന്ത്യയുടെ ഈ സിന്ദൂർ ഓപ്പറേഷന് ഇടയിൽ തന്നെയാണ് ബലൂചിസ്ഥാന്റെ സൈന്യം അവിടെ വന്ന് ചെയ്തത്. അപ്പൊ എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ അസ്ഥിരതയുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അസ്ഥിരമായ ഒരു അവസ്ഥയുണ്ട് എന്ന് മാത്രമല്ല, അവിടെ ഇസ്ലാമിക് ടെററിസ്റ്റുകൾക്ക് ഇപ്പോഴും ബേസ് ഉണ്ട്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക് ടെററിസ്റ്റുകളെ മുഴുവൻ അവസാനിപ്പിച്ചതൊന്നും ഇന്ത്യ പോലും പറയാൻ പറ്റില്ല. കാരണം അത് അത്ര വ്യാപകമായ നെറ്റ്വർക്കുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് അവർ ഇനിയും ഭ്രാന്ത് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഭ്രാന്ത് ചെയ്താൽ ഇന്ത്യക്ക് തിരിച്ചു പറയേണ്ടി വരും. അന്ന് സിന്ദൂർനാവോ വേറെന്തെങ്കിലുമോ പേരെന്നുള്ളത് വേറെ കാര്യം. ഏത് രാജ്യത്തിനും അതിന്റെ അതിർത്തി കടന്ന് അതിനുള്ളിലേക്ക് ഭീകരപ്രവർത്തനമോ ആളുകളുടെ കൊലപാതകമോ നടത്തിയാൽ അതിന് തിരിച്ച് മറുപടി പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മറ്റെന്ത് അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും രാജ്യം ഒന്നിച്ച് ആ പ്രവർത്തനത്തെ പിന്താങ്ങിയത്. ആ പ്രവർത്തനത്തിൽ ഇന്ത്യ വളരെ മുന്നേറി എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുന്നത്. അത് തന്നെയാണ് നമുക്ക് കിട്ടിയ വിവരം അതനുസരിച്ച്. പക്ഷെ അതുകൊണ്ട് പാകിസ്ഥാൻ മിണ്ടാതിരിക്കുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇപ്പോഴും അവിടെ ഉറങ്ങിക്കിടക്കുന്ന തീവ്രവാദ എലമെന്റുകൾ, ഭീകരവാദ എലമെന്റുകൾ ഇപ്പോഴും ഇന്ത്യയിലേക്ക് അവരുടെ ആയുധം തിരിച്ചുവിടാം. കാരണം അവർക്ക് വേറെ പല താല്പര്യങ്ങളും അതിനകത്തുണ്ട്. പാകിസ്ഥാൻ ജനതയുടെ താല്പര്യമൊന്നും ആവില്ല. പാകിസ്ഥാൻ ജനതയ്ക്കൊക്കെ ഒന്നും ഈ ഇസ്ലാമിക തീവ്രവാദം ചെയ്യിക്കണമെന്നൊന്നും വിചാരിക്കുന്നവരാവില്ല പാകിസ്ഥാനിലെ സാധാരണ ജനത. ഞാൻ മനസ്സിലാക്കുന്നത് ലാഹോറിൽ വലിയൊരു യുദ്ധവിരുദ്ധ പ്രകടനം നടന്നു. ലാഹോറിൽ പാകിസ്ഥാൻ ഗവൺമെന്റിനെതിരായി ഒരു വലിയ യുദ്ധവിരുദ്ധ പ്രകടനം നടന്നു. വലിയ വലിയ ആളുകൾ പങ്കെടുത്തു. പാകിസ്ഥാനിലെ ചില ആളുകൾ ഇന്ത്യയിലെ ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് പാടില്ല, യുദ്ധം പാടില്ല, ജനങ്ങളാണ് അനുഭവിക്കുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് പാകിസ്ഥാനിലെ എല്ലാവരും യുദ്ധവീരന്മാരോ ഇസ്ലാമിക് തീവ്രവാദികളോ ഭീകരവാദികളോ അല്ല. പക്ഷേ ആർക്കാണ് അവിടെ മേൽക്കൈ എന്നതാണ് ചോദ്യം. ആ മേൽക്കൈയിൽ ഇസ്ലാമിക് ഭീകരവാദികൾക്കുള്ള മേൽക്കൈ ഇല്ലാതായോ? അതുകൊണ്ട് പാകിസ്ഥാൻ അടങ്ങി എന്ന് പറയണമെങ്കിൽ അവർക്ക് മേൽക്കൈ ഇല്ലാതാവും. അങ്ങനെ മേൽക്കൈ ഇല്ലാതായി എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ഈ യുദ്ധത്തിൽ തന്നെ ഇന്ത്യയുടെ വാർ ബുക്ക് ചെയ്ത ഒരു കാര്യം നമ്മളത് പറഞ്ഞു. വാർ ഉണ്ടാവുകയാണെങ്കിൽ, വാർ ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യരേഖയാണ്, നമ്മളാരും കണ്ടിട്ടില്ല, അതിനെപ്പറ്റി പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. അത് വളരെ ഉയർന്ന വിവിധ വകുപ്പുകൾ, ഇതുമായി ബന്ധപ്പെട്ട വിവിധ വകുപ്പുകളിലെ സൈനികവും ആഭ്യന്തരവും മറ്റ് പോലീസും മറ്റ് ആരോഗ്യവും ഒക്കെ ആയിട്ടുള്ള എല്ലാ വകുപ്പുകളും, ഗതാഗതം എല്ലാം ഉണ്ട്. ആ വകുപ്പുകൾ കൊടുത്തുള്ളൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിൽ ഈ വാർ ബുക്ക് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ, ഒരു ആക്രമണം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്നതിനെക്കുറിച്ചുള്ള പുസ്തകമാണ്. അതിൽ ന്യൂക്ലിയർ വാറിനെ കുറിച്ചുണ്ടോ എന്നറിയില്ല, ഞാനത് കാണാത്തതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ആ വാർ ബുക്കാണ് ഇന്ത്യയുടെ ഈ വിജയത്തിന് ഏറ്റവും പ്രധാനമായത്. കാരണം ടാർഗറ്റഡ് ആയ ഒരു സംഗതിയാണെങ്കിൽ കേവലം ഒരു രാജ്യത്തെ അടിച്ചു തകർക്കാനല്ല നമ്മൾ പോയത്. അങ്ങനെയാണെങ്കിൽ അത് വേറെയാണ് യുദ്ധം. അപ്പോൾ ഈ വാർ ബുക്ക് കൃത്യമായും ഓരോ ഉദ്യോഗസ്ഥർക്ക് അവരുടെ കടമകൾ എന്താണ് എന്ന് സംശയരഹിതമായി പറയുന്ന ആൾ. ഒരു യുദ്ധമുണ്ടായാൽ ആഭ്യന്തര വകുപ്പ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഓരോ സംസ്ഥാനത്തെ ആളുകൾ എന്ത് ചെയ്യണം, ഓരോ പ്രദേശത്തെ ആളുകൾ എന്ത് ചെയ്യണം, അതനുസരിച്ച് വാർ ബുക്ക് ഡിഫൈൻ ചെയ്യും ഓരോരുത്തരുടെ പ്രവർത്തനം.
നമ്മളിത് അറിഞ്ഞത് ഫഡ്നവിസ് എന്ന് പറയുന്ന മഹാരാഷ്ട്ര മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാരോട് വാർ ബുക്ക് ശീലിക്കണമെന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടാണ്. നമുക്കൊക്കെ വാർത്തയിൽ വന്നത് അങ്ങനെയാണ്. ഏതായാലും വാർ ബുക്ക് ഉണ്ടാവും, ഒരു രാജ്യത്തിനുണ്ടാവും. ആ വാർ ബുക്ക് ആ രാജ്യത്തിന്റെ യുദ്ധതന്ത്രങ്ങളുടെ ഒരു ഏകീകരണമാണ്. യുദ്ധതന്ത്രം എന്ന് പറഞ്ഞാൽ അതിർത്തിയിൽ നടക്കുന്ന യുദ്ധം മാത്രമല്ല, യുദ്ധത്തിന്റെ ഇമ്പാക്റ്റ് രാജ്യത്ത് എവിടെ ഉണ്ടാവും എന്ന് കണക്കാക്കി അതിന് ഓരോ പ്രദേശത്തും ചെയ്യേണ്ട നടപടികൾ. അതുകൊണ്ടാണ് വിവിധ വകുപ്പുകളുടെ തലവന്മാർക്ക്, പ്രധാനമായും നമ്മുടെ പോലീസ് എന്ത് ചെയ്യണം, അഗ്നിശമന സേന എന്ത് ചെയ്യണം, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ. അതുപോലെ എങ്ങനെയാണ് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത് ആളുകളെ, എവിടേക്കാണ് ഇവാക്യുവേറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഒറ്റ ഭക്ഷണവും ഒക്കെ കിട്ടാതെ വരാം ഒരു ഘട്ടത്തിൽ, ആ ഭക്ഷണം എങ്ങനെ കൊടുക്കണം, എങ്ങനെ മെഡിക്കൽ ഹെൽപ്പ് കൊടുക്കണം, ഇതൊക്കെ ഈ വാർ ബുക്കിൽ ഉണ്ടാവും. ഈ വാർ ബുക്ക് ആണ് ഒരു പരിധി വരെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധത്തിൽ സഹായകമായത് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്, വാർത്തകൾ വരുന്നത്. തീർച്ചയായും അതുണ്ടാവും. ഒരു രാജ്യത്തെ പരമാധികാര രാജ്യത്തിന് അങ്ങനെ ഒരു സംവിധാനം നിർബന്ധമായും ആവശ്യമാണ്.